മോർണിംഗ്. എന്നൊരു ശുഭചിന്തയായാലോ നമുക്ക്. എന്നൊരു ഗുരുദേവന്റെ ദൈവദശകം എന്ന കൃതിയിലെ 2 വരികൾ ഉച്ചരിക്കാം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. അകവും പുറവും ഒരുപോലെ. നമുക്ക് ഇന്നത്തെ ഒരു കാര്യത്തിലേക്ക് നോക്കാം. ചില ആളുകളുണ്ടല്ലോ, നമ്മളെ കാണുമ്പോൾ മഹത്തായ ഒരു ചിരി അങ്ങ് തരും അവര്. മനോഹരമായി ചിരിക്കും. എന്നിട്ട് അകത്ത് കറുത്ത പിശാചിന്റെ രൂപമായിരിക്കും, ഭഗവാന്റെ രൂപം അവിടുന്ന് അങ്ങ് മാറി. അകത്ത് ചിന്തിക്കുന്നത് വേറെ. ഇങ്ങനെയാണോ നമ്മളൊക്കെ? നമുക്കൊന്ന് സ്വയം ചിന്തിച്ച് നോക്കാം. ബൈ. ഗുഡ് മോർണിംഗ്. എന്നൊരു ശുഭചിന്തയായാലോ നമുക്ക്. എന്നൊരു ഗുരുദേവന്റെ ദൈവദശകം എന്ന കൃതിയിലെ 2 വരികൾ ഉച്ചരിക്കാം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. അകവും പുറവും ഒരുപോലെ. നമുക്ക് ഇന്നത്തെ ഒരു കാര്യത്തിലേക്ക് നോക്കാം. ചില ആളുകളുണ്ടല്ലോ, നമ്മളെ കാണുമ്പോൾ മഹത്തായ ഒരു ചിരി അങ്ങ് തരും അവര്. മനോഹരമായി ചിരിക്കും. എന്നിട്ട് അകത്ത് കറുത്ത പിശാചിന്റെ രൂപമായിരിക്കും, ഭഗവാന്റെ രൂപം അവിടുന്ന് അങ്ങ് മാറി. അകത്ത് ചിന്തിക്കുന്നത് വേറെ. ഇങ്ങനെയാണോ നമ്മളൊക്കെ? നമുക്കൊന്ന് സ്വയം ചിന്തിച്ച് നോക്കാം. ബൈ.